നമുക്ക് പോയിട്ട് വരാം. പക്ഷേ ഞാൻ സത്യത്തിൽ ഈ കളറല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഒരു ഓറഞ്ച് കളർ ഉദ്ദേശിച്ചത്. പക്ഷേ ഡൈ ചെയ്ത് വന്നപ്പോ ഈ കളർ ആയതാണ്. ഇപ്പൊ എന്റെ ഹെൽത്തി ആണെന്നുള്ളൊരു തോന്നലുണ്ടോ? രാമണ്ണി അത് ലുക്കാണ് ട്രൈ നമ്മൾ എന്താണ് ഈ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിതാ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകാം. സോ അതിനായിട്ട് നമ്മുടെ ഹൽദി ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. സോ ബിഫോർ ദാറ്റ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ പോവുകയാണ്. സോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹിമാലയയുടെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഫേസ് സിറമാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ മേക്കപ്പ് ചെയ്യാം. കം ഓൺ. വെഡ്ഡിങ് സീസണും ഷൂട്ട് ഡേയ്സും കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് സ്കിൻ കുറച്ച് ഡള്ളാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ സ്കിൻ റുട്ടീനിൽ എപ്പോഴും ആഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഹിമാലയയുടെ ഒരു വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറം. ഇതിനകത്ത് 10x നയസിനമൈഡും 5x വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡൾനെസ് റെഡ്യൂസ് ആക്കുകയും സ്കിൻ കുറച്ചും കൂടെ റേഡിയന്റ് ആവുകയും ഗ്ലോ ആവുകയും ചെയ്യും. ആൻഡ് ഇതിൽ ഓറഞ്ച് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദ പവർ ഓഫ് ഓറഞ്ച് ഹെൽപ്സ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് നേച്ചർ ആൻഡ് സയൻസ്. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരു 2 to 3 ഡ്രോപ്സ് സിറം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇതൊരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഡേ 3 മുതൽ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റർ ആക്കുകയും ഗ്ലോ ആക്കുകയും കൂടാതെ ലൈറ്റ് വെയിറ്റ് ഫോമുല ആയതുകൊണ്ട് തന്നെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആകുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം. മാത്രമല്ല ഇത് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയയുടെ വെബ്സൈറ്റ് ആൻഡ് ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക്. അപ്പോൾ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു റേഡിയൻ ഗ്ലോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹരണി ചേച്ചിയാണ്. അതെ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ഹരണി ചേച്ചി. ആൻഡ് ചേച്ചിയുടെ പേര് അജിത ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് എൻ്റെ മുടി ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഹരണി ചേച്ചി നമ്മളിന്ന് ഒരു ഡിഫറെന്റ് ലുക്കാണ് പിടിക്കാൻ പോകുന്നത് അല്ലേ? നമ്മളൊരു ബ്രൈഡ് മെയ്ഡ് ലുക്കാണ്. അപ്പോൾ എന്തെങ്കിലും ചേച്ചിയുടേതായിട്ടുള്ളതിന് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. നമുക്ക് ലാസ്റ്റ് ഫൈനൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മുടെ ശില്പയുടെ കല്യാണത്തിന് വേണ്ടി മേക്കപ്പ് ചെയ്യാം. പറഞ്ഞ പോലെ ആരും എൻഗേജ്മെന്റ് കണ്ടിട്ടുണ്ടാവില്ലല്ലോ, ഡാൻസ് മാത്രമല്ലേ കണ്ടോളൂ. അപ്പോൾ എല്ലാവരും പോയി എൻഗേജ്മെന്റ് ഡേ കണ്ടിട്ട് വായോ. അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ട് വരാം. കണ്ടോ ഗൈസ്, നമ്മുടെ വണ്ടി നിറയെ ആൾക്കാരാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നു? ശില്പയുടെ കല്യാണമല്ല, എൻഗേജ്മെന്റ് അടി. അപ്പൊ ഗൈസ് നമ്മൾ ശില്പയുടെ എൻഗേജ്മെന്റ് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പഠിച്ച ഡാൻസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോ 11 മണിക്കാണ് നമ്മുടെ എൻഗേജ്മെന്റ്. മനസമ്മതം അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങളാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമുക്ക് വർഷം മാത്രമല്ല, വർഷമാണ് കുഞ്ഞുവാവായിട്ട് കളിപ്പിച്ചിരിക്കണം. അപ്പൊ രാവിലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലൈവ് ഓണോട്ടാണ്. അപ്പൊ ഗൈസ് നമുക്ക് പോയിട്ട് വരാം. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? ശരാര പാന്റ് എങ്ങനെയല്ലേ? ശരാര പാന്റ് കണ്ടപ്പോ രാമുണ്ട് ഭയങ്കര പുച്ഛം. പക്ഷേ ഞാൻ സത്യത്തിൽ ഈ കളറല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഒരു ഓറഞ്ച് കളർ ഉദ്ദേശിച്ചത്. പക്ഷേ ഡൈ ചെയ്ത് വന്നപ്പോ ഈ കളർ ആയതാണ്. ഇപ്പൊ എന്റെ ഹെൽത്തി ആണെന്നുള്ളൊരു തോന്നലുണ്ടോ? രാമണ്ണി അത് ലുക്കാണ് ട്രൈ അപ്പൊ നമ്മളിന്ന് ബോളിവുഡ് ഡാൻസ് ആണ്. എന്താണ് മിണ്ടാതിരിക്കുന്നത്? റിതി ഫോട്ടോഗ്രാഫി അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. Toasting the bride and the groom, wishing them all the health, wealth and happiness in the world. Ladies and gentlemen, Lijin and Shilpa for you. Have a cheers for that. Kiss on the forehead. These girls are practicing guys. എന്താക്കിയിട്ടുണ്ടോ? പഠിച്ചാ? സെറ്റാണ്. സെറ്റ്. ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോവാണ് ഗൈസ്. ഡാൻസ് കളിക്കാൻ പോവാണ്. തല തിരിഞ്ഞു പോയാ അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് എൻഗേജ്മെന്റ് വിശേഷങ്ങള്. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ദാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി കല്യാണത്തിന് പോയാലോ? അപ്പൊ ഗൈസ് ദാ എന്റെ ലുക്ക് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പിന്നുകൾ മാത്രം കുത്തിയാൽ മതി. സെറ്റല്ലേ?
Right. എനിക്കിഷ്ടായി. ഈ ലുക്ക് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയണേ. ഇല്ലെന്ന് മാത്രം പറയരുത്. എന്തായാലും ഞാൻ ഇങ്ങനെ റെഡിയായി പോകാൻ തീരുമാനിച്ചു. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ്. സോ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാട്ടോ. അപ്പൊ നമുക്ക് പോവാം. ഇന്ന് ഞങ്ങള് മാച്ച് അല്ല, അപ്പൊ അതിന്റെ സൗന്ദര്യപ്പണക്കത്തിൽ തന്നെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരു പച്ച ഷർട്ട് എടുത്ത് വെച്ചിട്ട് ആ പച്ച ഷർട്ട് ബാക്കിലിട്ട്, പച്ച മീൻസ് ഒരു ഗ്രീൻ ടൈപ്പ് നമ്മള് എടുത്തതാണ്. എനിക്ക് ഈ ഗ്രീൻ അല്ല, പച്ച ഷർട്ട് ഇതല്ലടാ, വേറൊരു പച്ച ഷർട്ട് ഉണ്ട്. ഇതിനിടത്തെ താഴെ പോണോന്ന് താഴെ കിടക്കുന്നു അത് താഴെ കിടക്കുന്നത്. എനിക്ക് ഈ കറക്റ്റ് ഗ്രീൻ കിട്ടിയില്ല രാമുണ്ട്. സോ ഏകദേശം മാച്ച് ആകുന്ന രീതിയിൽ കണ്ട, ഇടയിൽ പച്ചയൊക്കെ ഉണ്ട്. ഇതിടാൻ പറഞ്ഞിട്ട് ഇതിട്ടില്ല. ഇത് ആരുടെ കല്യാണമാണ്? ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചല്ലല്ലോ കെട്ട്. സമ്മതിക്കളോണ്ട് എന്റെ ഫുൾ മൂഡും പോയിരിക്കാണ് ഗൈസ്, സത്യം പറയാലോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോ ഞാൻ എടുക്കില്ല. രണ്ട് ബ്രൈഡ് മെയ്ഡ്സ്. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ശില്പയുടെ കല്യാണത്തിന് നമ്മൾ ഡാൻസ് കളിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ രാത്രി തട്ടിക്കൂട്ടി നമ്മള് ഡാൻസ് പ്ലാൻ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കൊരങ്ങത്തേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ പാട്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് പാട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇവള് എന്താ പരിപാടി? എഡിറ്റിങ്. ഞാൻ പറഞ്ഞു ആൾക്കാരോട് ടെൻഷൻ ആക്കല്ലേ എന്നോട് പറയാ. എന്നെ ടെൻഷൻ ആക്കല്ലേ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യട്ടെന്ന്. അത് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തല്ല ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. നമ്മൾ പ്ലാൻ ചെയ്തതേ അല്ല. പാതിരാത്രിയാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ശില്പയുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ട് കളിച്ചില്ലെങ്കിൽ കൂടൂല എന്ന് പറഞ്ഞിരി. അതുകൊണ്ട് മാത്രം കളിക്കണ, പേടിച്ചിട്ട് കളിക്കണാണ്. കലാകാര ഫാമിലി ഗൈസ്, അങ്ങനെ ശില്പയുടെയും കല്യാണം മുടിഞ്ഞിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിൽ എല്ലാവരും ഐസ്ക്രീം കുത്തിക്കേറ്റി ഐസ്ക്രീം കഴിക്കുകയാണ് ഗൈസ്. മൈക്ക് എനിക്കറിയില്ല. ഓ ഭാഗ്യം, ഇപ്പൊ മൈക്ക് കാണണ്ടോ. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം കാത്തി? പൊള്ളിച്ച്. അയ്യോ, അതിനാണ് ഈ 2 ഐസ്ക്രീം. അവരെ മുടിപ്പിക്കാനാണോ ഈ 2 ഐസ്ക്രീമിന്റെ? കോവിഡാ? കോവിഡ് ഒന്നും വന്ന നീ ഇങ്ങനെ ഇരിക്കത്തില്ല. എന്താണ് കാർത്തി, കല്യാണത്തിന്റെ സന്തോഷത്തിനാണോ 2 ഐസ്ക്രീം കഴിച്ച് അവരെ മുടിപ്പിക്കുന്നത്? അതുകൊണ്ട് ഒരു ഐസ്ക്രീം പോയി. ഞങ്ങൾ ബ്രൈഡ് മെയ്ഡ്സിന്റെ സാരി എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? ഞങ്ങള് പറ്റിച്ചവളെ നിങ്ങൾക്ക് കാണണോ? ഞങ്ങളെ പറ്റിച്ചവളാണ് അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ബ്രൈഡ് മെയ്ഡ്സ് പിന്നെ സാരി ഉടുക്കാതെ പിന്നെ 5-6 മാസമായിട്ട് സാരി ഉടുത്ത് മടുത്ത. ഇവിടെ ഒരു ടീച്ചറാണ്, അതിന്റെ അഹങ്കാരാണ് അവക്കത്. അതെ, ആ മൈക്കൊന്നും കൊടുത്തിരുന്നു. ബാക്കിയുള്ളവരെല്ലാരും സാരി എടുത്തു. അവളൊരു ടീച്ചറാണ്, അതുകൊണ്ട് സാരി ഉടുത്ത് മടുത്തു. അതുകൊണ്ടാണ് അവള് ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളെല്ലാവരും അവള് ചതിച്ചു. അല്ലേടി? അല്ലേ? ചതിച്ചില്ലേ അവള്? യെസ്.
സ്വന്തമായിട്ടൊരു ചെട്ടി ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ചെട്ടി. എന്താണ് ഈ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. റിയലി റിയലി അമേസിംഗ്. അമേസിംഗ്. എന്തെങ്കിലും പറയൂ. വിശക്കണ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പറയാം. കഴിക്കാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. കഴിക്ക്. ഒന്നും മിണ്ടണില്ല. ലിജിനോട് ലിജിൻ പറയൂ. എന്താടി പറഞ്ഞു? സമയം വൈകിപ്പോയോ? ഭക്ഷണം കഴിക്കാൻ സമയം വൈകിപ്പോയത്. കഴിച്ചോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ശില്പയുടെ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ കല്യാണ ഡാൻസ് വരുന്നതായിരിക്കും. അപ്പോൾ കല്യാണ ഡാൻസ് പറയാൻ മാത്രമൊന്നുമില്ല, കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി പഠിച്ച ഡാൻസാണ്. അതുകൊണ്ട് ആരും ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മൾ എന്തായാലും വേഗം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ.